ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിച്ചിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയതെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചു. SIT ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യം വെച്ച UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണമെത്തുന്നത്. തന്നെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. വാർത്ത വന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ P ശശിയാണ്. നോട്ടീസ് അയച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ SITക്ക് മുന്നിൽ പറയുമെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഒരു ഭയവും ഇല്ല. മാത്രമല്ല, ഞാൻ എന്തായാലും SITയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് കാലേ കൂട്ടി അറിയിക്കുന്നതാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടുന്നതിനായി ഉടൻ തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. അടുത്തയാഴ്ച വിളിച്ചു വരുത്താനാണ് നീക്കം. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനും SIT തീരുമാനിച്ചു. സ്വർണം പൂശാൻ പാളികൾ പോറ്റിക്ക് നൽകിയതിലെ ഭരണസമിതിയുടെ തീരുമാനത്തിൽ വ്യക്തത തേടും. സ്പെഷ്യൽ കമ്മീഷണറെ വിവരങ്ങൾ അറിയിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്ന നിഗമനത്തിലാണ് SIT. ബോധപൂർവം ചട്ടലംഘനവും വീഴ്ചയും സംഭവിച്ചോ എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നാൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനം പിന്നീടുണ്ടാകും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെയും വാസുവിന്റെയും മൊഴി പുനഃപരിശോധിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.